إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقب الدار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉഹദ് യുദ്ധത്തിൽ മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉഹദ് യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തെ വിലക്കി. കാരണം അദ്ദേഹത്തിൻ്റെ കാല് ഗുരുതരമായ വൈകല്യമുള്ളതായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ഈ വൈകല്യമുള്ള കാലുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അദ്ദേഹം യുദ്ധത്തിലേക്ക് പോവുകയും ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ഷഹീദായി തീരുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനും ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹിന്ദ് ബിൻത് അംർ റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവിനെയും മകനെയും അവരുടെ മറ്റൊരു സഹോദരനെയും 3 പേരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അവർ പറഞ്ഞു, ഇവരെല്ലാം അല്ലാഹുവിൻ്റെ
മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദുകളായി, രക്തസാക്ഷികളായി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സ്വർഗത്തിൽ വീണ്ടും ഒന്നിക്കുന്നതാണ്. ഈ സംഭവം പറഞ്ഞത്, ഈ സംഭവം ഓർമ്മിപ്പിച്ചത്, നമ്മുടെ കുടുംബത്തിലെ വളരെ അടുത്ത ഒരാൾ മരണപ്പെട്ടാൽ വൈകാരികത തുളുമ്പുന്ന ചില പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, സാധാരണ നാം കേൾക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് സ്വർഗം നൽകട്ടെ, അല്ലാഹു സുബ്ഹാനഹു തആല അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇങ്ങനെ നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ കുടുംബസമേതം സ്വർഗം ലഭിക്കാൻ മാതാപിതാക്കൾക്കും മക്കൾക്കും പേരമക്കൾക്കും എന്നിങ്ങനെ കുടുംബാദികൾക്കുമൊപ്പം സ്വർഗം ലഭിക്കാനുള്ള മാർഗം എന്താണ്? ആ മാർഗത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അത് വ്യക്തമാക്കിയത് സൂറത്തുർ റഅദിലൂടെ 23, 24 സൂക്തത്തിലൂടെ അല്ലാഹു തആല പറയാം. ഓതി വച്ച ആയത്ത് അതാണ്. ജന്നത്തു അദ്നിൻ യദ്ഖുലൂനഹാ, ജന്നത്തു അദ്നിൻ യദ്ഖുലൂനഹാ, സ്ഥിരവാസത്തിനുള്ള സ്വർഗം, യദ്ഖുലൂനഹാ, അതിൽ പ്രവേശിക്കുന്നതാണ്, അവർ അതിൽ പ്രവേശിക്കുന്നതാണ്, മുഅ്മിനീങ്ങൾ അതിൽ പ്രവേശിക്കുന്നതാണ്. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയ്യാതിഹിം, അവരുടെ പിതാക്കളിൽ നിന്ന്, അവരുടെ ഇണകളിൽ നിന്ന്, അവരുടെ സന്തതികളിൽ നിന്നുമെല്ലാം, അവരുടെ സന്തതികളിൽ നിന്നും ഇണകളിൽ നിന്നും പിതാക്കളിൽ നിന്നുമെല്ലാം നല്ല ആളുകൾ അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകൾ എല്ലാ വാതിലിലൂടെയും അവരുടെ അടുക്കൽ കടന്നു വന്ന് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചിരുന്ന കാരണത്താൽ, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ നിങ്ങൾക്ക് സമാധാനം. എങ്ങനെയാണ് ക്ഷമ കൈക്കൊണ്ടത്? ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ക്ഷമ അനിവാര്യമാണ്. ഹറാമായ കാര്യങ്ങളിലേക്ക് പോകാതെ ജീവിക്കാൻ ക്ഷമ അനിവാര്യമാണ്. നമസ്കരിക്കാൻ ക്ഷമ അനിവാര്യമാണ്. നോമ്പനുഷ്ഠിക്കാൻ ക്ഷമ അനിവാര്യമാണ്. സ്വതക്ക നൽകാൻ ക്ഷമ അനിവാര്യമാണ്. സകാത്ത് കൊടുക്കാൻ ക്ഷമ അനിവാര്യമാണ്. ഏത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൽ റിസ്ക് ഉണ്ട് അല്ലേ? സുബഹിക്ക് ജമാഅത്തിന് ഇവിടെ എത്താൻ, നമ്മുടെ പായിൽ നിന്ന് എണീക്കാൻ നല്ല ക്ഷമ വേണം, സഹനം വേണം. അങ്ങനെ നിങ്ങൾ ക്ഷമിച്ച കാരണത്താൽ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ, അങ്ങനെയാകുമ്പോൾ അപ്പോൾ ലോകത്തിൻ്റെ പര്യവസാനം എത്ര നല്ലതാണ്. ഈ സ്വർഗത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നില്ലേ? കുടുംബത്തോടൊപ്പം എത്തിച്ചേർന്നില്ലേ? അതാണ് അല്ലാഹു തആല സൂറത്തു തൂറിലൂടെ പറഞ്ഞത്. വല്ലദീന ആമനൂ, വിശ്വാസികൾ, വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ, അവരുടെ വിശ്വാസത്തിൽ അവരുടെ മക്കൾ, അവരുടെ സന്താനങ്ങൾ അവരെ പിന്തുടരുകയും ചെയ്താൽ, അൽഹഖനാ ബിഹിം ദുർരിയ്യതഹും, അല്ലാഹു തആല പറയാൻ, അൽഹഖനാ ബിഹിം ദുർരിയ്യതഹും, അവരുടെ കൂടെ അവരുടെ സന്താനങ്ങളെയും നാം സ്വർഗത്തിൽ ചേർക്കുന്നതാണ്. ഈമാനോടുകൂടി, നിങ്ങളുടെ ഈമാനോടുകൂടി നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഈമാനിൽ നിങ്ങളെ പിന്തുടർന്നാൽ എന്ന് പറഞ്ഞാൽ, സ്വാലിഹീങ്ങളായാൽ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാം. ദീനിയായ കുടുംബത്തിനാണ് സൗഭാഗ്യമുണ്ടാവുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ
വിശ്വാസികളെ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, നിങ്ങളെ സൂക്ഷിക്കണം, നിങ്ങളെ സംരക്ഷിക്കണം, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കണം. എവിടുന്ന്? മിൻ വഅഹ്ലീകും നാറ, നരകത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കണം, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം. കാരണം അതിൻ്റെ വിറക്, അതിൻ്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. എന്തിനാണ് മനുഷ്യരും കല്ലുകൾ എന്ന് പറഞ്ഞത്? നമ്മളിവിടെ ഏറ്റവും നമുക്ക് സാധിക്കുന്നതിൻ്റെ മാക്സിമം കത്തിച്ചാലും കല്ല് നമുക്ക് കത്തിക്കാൻ കഴിയും. ഇരുമ്പ് ഉരുക്കിയിട്ട് കല്ലിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഒഴിക്കുന്നത്. കല്ലിനൊന്നും സംഭവിക്കുന്നില്ല. ആ കല്ലാണെന്ത്? നാളത്തെ വിറക്, നാളത്തെ ഇന്ധനം. മനുഷ്യരാണ് ഇന്ധനം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ സൂക്ഷിച്ചോളിയും, നിങ്ങളുടെ കുടുംബത്തെയും സൂക്ഷിച്ചോളിയും. കാരണം ഈ ദുനിയാവിൽ പല പ്രശ്നങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങൾ ചെന്ന് ചാടും. ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങളുടെ സ്വാധീനം അവരെ രക്ഷപ്പെടുത്തും. ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങളുടെ സമ്പത്ത് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകും. പക്ഷേ നരകത്തിൻ്റെ കാര്യം അതല്ല. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അതിൻ്റെ മേൽനോട്ടത്തിന് പരുഷ സ്വഭാവമുള്ള അതിശക്തന്മാരും അശക്തന്മാരായിട്ടുള്ള മലക്കുകളായിരിക്കും. നിങ്ങളൊരു സ്വാധീനം അവിടെ നടക്കൂല, നിങ്ങളൊരു സമ്പത്തും അവിടെ വിലപ്പോകൂല. കാരണം അല്ലാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവൻ അനുസരണക്കേട് കാണിക്കുകയില്ല. വയഫ്അലൂന മാ യുമറൂൻ, അവർ കൽപ്പിക്കപ്പെട്ടതെന്തോ അവർ ചെയ്യുന്നതാണ്. ഒരു നീക്കുപോക്കും അവിടെ നടക്കൂല. അതുകൊണ്ട് നിങ്ങളെ സൂക്ഷിക്കണം, നിങ്ങളെ സംരക്ഷിക്കണം, നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണം. അങ്ങനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. നമ്മൾ നമ്മുടെ മക്കളെ സംബന്ധിച്ച് പ്രശ്നം പറയാറുണ്ട് അല്ലേ? ഓൻ അങ്ങനെയാണ്, ഓൻ ഇങ്ങനെയാണ്, ഓൾ ഇങ്ങനെയാണ്, ഓൾ അങ്ങനെയാണ്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മക്കളെ സംബന്ധിച്ച് നമ്മൾ ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. മക്കളെ സംബന്ധിച്ച് നമ്മൾ കുറ്റം പറയാറുണ്ട്, പോരായ്മകൾ പറയാറുണ്ട്. ആ മക്കളെ നമ്മുടെ കൈകളിലേക്ക് അല്ലാഹു തആല എങ്ങനെയാ തന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല മക്കളെ നമ്മുടെ കൈകളിലേക്ക് അമാനത്തായി എങ്ങനെയാണ് തന്നത്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ശുദ്ധ പ്രകൃതിയോട് കൂടിയല്ലാതെ ഒരു കുട്ടിയും ജനിക്കുന്നില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്ഫിറാനിഹി ഔ യുമജ്ജിസാനിഹി. പിന്നെ അവൻ്റെ മാതാപിതാക്കളാണ് ക്രിസ്ത്യാനികളാക്കുന്നത്, പിന്നെ അവൻ്റെ മാതാപിതാക്കളാണ് യഹൂദിയാക്കുന്നത്, അഗ്നിയാരാധകരാക്കുന്നത്. പിന്നെ മാതാപിതാക്കൾക്കനുസരിച്ചാണ് എന്നാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ്. അത് അമാനത്തായി അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളതാണ്. പിന്നെ അത് വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നാണ് അർത്ഥം. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ശുദ്ധമായ പ്രകൃതി, ശുദ്ധ പ്രകൃതി നിലനിർത്താനായിട്ടുള്ള മാർഗങ്ങൾ ബോധപൂർവമായ ഇടപെടലുകളിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അല്ലാതെ വളർത്തുമൃഗങ്ങളെ പോറ്റി വളർത്തുന്നത് പോലെ സ്വന്തം കുട്ടികളെ നോക്കിയാൽ അത് കടമയാവുകയില്ല, ബാധ്യതകൾ അവസാനിക്കുകയില്ല. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, അവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി, അവർക്ക് പാനീയം കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് അത് മാത്രം പോരാ. അതിൻ്റെ കൂടെ നമ്മൾ അവർക്ക് ടോയ്സ് കൊടുക്കുന്നു, ഗാഡ്ജറ്റ് കൊടുക്കുന്നു, സ്പോർട്സുമായി ബന്ധപ്പെട്ടവരുടെ ക്യാമ്പുകൾ, അവർക്ക് എന്താണോ ആവശ്യം, ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ ആവശ്യം, അതൊക്കെ നമ്മൾ നൽകുന്നു.
അവിടെയും നമ്മുടെ ബാധ്യതകൾ അവസാനിക്കുന്നില്ല. നമ്മുടെ ബാധ്യത അവസാനിക്കുന്നത് അവർക്ക് ദീനീ ബോധം കൂടി നൽകുമ്പോഴാണ്. അവർക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ്. അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ? 7 വയസ്സായിട്ടുള്ള കുട്ടികൾ ഉള്ള മാതാപിതാക്കളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും അവരോട് കൽപ്പിച്ചിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറൂ ഔലാദകും ബിസ്സലാ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. എപ്പോഴാണ്? വഹും അബ്നാഉ 7 സിനീൻ, 7 വയസ്സാകുമ്പോൾ. നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയണല്ലേ? നിസ്കരിച്ചോ എന്ന് മാത്രം നമ്മൾ എന്തുകൊണ്ടാണ് ചോദിച്ചറിയാത്തത്? 7 വയസ്സായിട്ട് ഉള്ള കുട്ടിയാണ് എന്ന ചിന്തയാണ് നമുക്ക്. സംഭവം ശരിയാണ്, കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിയെ 7 വയസ്സ് മുതൽ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ 3 വർഷം തുടർന്നു കൊണ്ടിരിക്കണം. 3 വർഷം തുടരണം. ഏത് ഈ നമസ്കാരത്തിന് കൽപ്പിക്കൽ, നമസ്കാരത്തിന് പ്രോത്സാഹിപ്പിക്കൽ, നമസ്കാരം ശീലിപ്പിക്കൽ. 3 വർഷം അവന് പ്രാക്ടീസ് കൊടുത്തിട്ടും പരിശീലനം കൊടുത്തിട്ടും 10 വയസ്സായിട്ടും ആ നമസ്കാരത്തിന്റെ സമയമായിട്ട് അവൻ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ പേരിലാണ് അടിക്കാൻ പറഞ്ഞത്. അതിൻ്റെ പേരിൽ നമ്മളോ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അവൻ അടിക്കും, അല്ലെങ്കിൽ അവൾ അടിക്കും. പക്ഷേ നമസ്കാരത്തിന്റെ പേരിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കി. എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയണത്? എന്തിനാണ് 7 വയസ്സ് മുതൽ തന്നെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നത്? നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാത്തരം മ്ലേച്ഛതയിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തടയും. എന്ത്? നമസ്കാരം. ആ നമസ്കാരം ഒരു കുട്ടിക്ക് കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചാൽ 99% അവൻ സേഫായി. അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര പ്രാധാന്യത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ ആ വിഷയത്തിൽ പരിശീലിപ്പിക്കണം. ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കണം. അത് അന്വേഷിക്കണം. നിസ്കരിച്ചോ? ദുഹർ എവിടുന്ന നിസ്കരിച്ച്? അസർ എവിടുന്ന നിസ്കരിച്ച്? മഗ്രിബ് നിസ്കരിച്ചോ? ഇശാ നിസ്കരിച്ചോ? പള്ളിയിലേക്ക് പോകുക എന്ന് പറഞ്ഞവരെ കൊണ്ടുവരണം. പള്ളിയിലേക്ക് പോ എന്നല്ല പറയേണ്ടത്, പള്ളിയിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളും വരണം എന്നാണ്. ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ്. നമ്മൾ പറയുന്ന കാര്യമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ മക്കൾ അനുസരിക്കുക. പല ആളുകളുടെയും പരാതിയാണെന്ത്? മൊബൈൽമേൽ അവൻ അമിതമായിരിക്കുന്നു, അവൾ അമിതമായിരിക്കുന്നു. മൊബൈൽമേൽ തന്നെയാണ് കുട്ടി. നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എത്ര മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്? ഓരോരുത്തരുടെയും സ്ക്രീൻ ടൈം കിട്ടൂലേ? അല്ലേ? എല്ലാ സ്ക്രീൻ ടൈമും കിട്ടും. അപ്പൊ അറിയാം, നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പലതും. എൻ്റെ മൊബൈൽ നോക്കിയാൽ ഞാൻ ഇന്ന് എത്ര മണിക്കൂർ നോക്കിയെന്നറിയാം. എത്ര മണിക്കൂർ. അപ്പൊ ചില ആൾക്ക് കാണാം 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ. അപ്പൊ കുട്ടി മാത്രം മൊബൈൽ ഉപയോഗിക്കാതിരിക്കുമോ? കുട്ടിയിൽ നിന്ന് മൊബൈൽ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് കിട്ടണം. അവരോട് സംസാരിക്കണം. അവരുടെ കൂടെ ഇരിക്കാൻ നിങ്ങളെ കിട്ടണം. കുട്ടിൻ്റെ അടുത്ത് നിന്ന് കുട്ടിനോട് ഇങ്ങനെ
മൊബൈൽ ഒഴിവാക്കുക എന്ന് നിങ്ങൾ പറയുകയും അതേസമയം നിങ്ങൾ എപ്പോഴും മൊബൈൽ മേടിക്കുന്നത് കണ്ടാൽ അവർക്കത് സ്വീകാര്യമാവൂല. അപ്പൊ പറയും ഇത് ഞാൻ ആവശ്യത്തിനാണ്, ഇത് ഞാൻ ആവശ്യത്തിനാണ് എന്ന് ന്യായീകരണം പറയും. അപ്പോൾ അനാവശ്യത്തിന് ഞങ്ങൾ അനാവശ്യത്തിനല്ല എന്ന് അവർക്ക് ന്യായീകരണം ഉണ്ടാകും. മനസ്സിലെ പറയൂല, നാവുകൊണ്ട് പറയൂല, മനസ്സിൽ പറയും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം, നിങ്ങളുടെ മക്കൾ അത് അനുസരിക്കും. പ്രത്യേകിച്ച് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ജമാഅത്തിന് വരണം, നമ്മൾ ജമാഅത്തിന് വന്നുകൊണ്ട് അവരെ ക്ഷണിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അക്രിമു ഔലാദകും വഅഹ്സിനു അദബഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങളുടെ മക്കളെ ആദരിക്കുകയും അവരെ നല്ല രൂപത്തിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുക, നല്ല രീതിയിൽ ശീലിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം, അവൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മാ നഹല വാലിദുൻ വലദൻ അഫ്ദല മിൻ അദബിൻ ഹസൻ. സംസ്കാര സമ്പന്നരായി മക്കളെ വളർത്തുന്നതിനേക്കാൾ, ആ സംസ്കാരം അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ സമ്മാനം ഒരു പിതാവിന് മക്കൾക്ക് കൊടുക്കാൻ സാധ്യമല്ല. നിങ്ങൾ എന്തെല്ലാം സമ്മാനം കൊടുത്താലും അതിനേക്കാൾ മികച്ചതാണെന്ത്? നല്ല സ്വഭാവം അവരെ പരിശീലിപ്പിക്കുക, നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ അവരെ പഠിപ്പിക്കുക, അദബ് കൊടുക്കുക, അദബ് പറഞ്ഞു കൊടുക്കുക, അദബ് പഠിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അവരെ എപ്പോഴും നിങ്ങൾ പരിഗണിക്കണം. സമയവും അവരുടെ ആരോഗ്യവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പ്രേരണ കൊടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ പറഞ്ഞത്, അല്ലിമു ഔലാദക്കും അസ്സിബാഹത വൽറിമായത വറുകൂബൽ ഖൈൽ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സിബാഹത്ത് പഠിപ്പിക്കണം, നീന്തൽ പഠിപ്പിക്കണം, അമ്പെയ്ത്ത് പഠിപ്പിക്കണം, കുതിരസവാരി പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ അതാത് കാലത്തിന് ആവശ്യമായിട്ടുള്ള ശേഷികൾ നിങ്ങളുടെ മക്കൾ നേടിയെടുക്കണം. കരാട്ട പോലെയുള്ള കലകൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ ഉള്ള ഡ്രൈവിംഗ് പോലെയുള്ള സ്കിൽസ് അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതിൻ്റെ കൂടെയൊക്കെ അതേ സമയത്ത് അവരെ നിശ്ചലമാക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ മൊബൈൽ സ്ക്രീൻ ടൈം കുറക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അവരെ സഹായിക്കുന്നത് നിങ്ങൾ സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ടാണ്, അവർക്ക് നിങ്ങളെ ലഭിച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളെ മക്കളോടൊന്ന് കുടുംബത്തെ സംബന്ധിച്ച് ചോദിക്കും, ഇന്ന ആളാരാണ്? കുടുംബാന്നറിയാം, ആരാന്നറിയില്ല. കുടുംബാണെന്നറിയാം, ആരാന്നറിയില്ല. തഅല്ലമു മിൻ അൻസാബികും മാ തസ്ലൂന ബിഹി അർഹാമകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിനാവശ്യമായ നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ വേരുകൾ നിങ്ങൾ പഠിക്കണം. ഫഇന്ന സിലത റഹിമി മഹബ്ബത്തുൻ ഫിൽ അഹ്ൽ. കാരണം കുടുംബ ബന്ധം ചേർക്കുന്നത് കുടുംബത്തിൽ സ്നേഹമുണ്ടാക്കാൻ കാരണമാകും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മസ്റാത്തുൻ ഫിൽ മാൽ. സമ്പത്തിൽ വർധന ഉണ്ടാക്കാൻ കാരണമാകും. മൻസാത്തുൻ ഫിൽ അസർ. ആയുസ് നീട്ടിക്കിട്ടാൻ അത് കാരണമാകും. ആയുസ് നീട്ടിക്കിട്ടാൻ 70 വർഷമാണ് ഒരാളുടെ അവധി, 71 ആകുന്നല്ല.
നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഓർക്കപ്പെടും, വർഷങ്ങളോളം ഓർക്കപ്പെടും അല്ലേ? നമ്മുടെ വല്യപ്പന്മാരിൽ ആരൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്? അവർ കുടുംബത്തിന് ചെയ്തിട്ടുള്ള സുഹൃതങ്ങൾക്കനുസരിച്ചായിരിക്കും അവർ ഓർക്കപ്പെടുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅല്ലമു അൻസാബകും സുമ്മ സിലു അർഹാമകും. നിങ്ങൾ നിങ്ങളുടെ കുടുംബ പരമ്പരകളെ കുറിച്ച് പഠിക്കുക, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കുകയും ചെയ്യുക. കുടുംബ ബന്ധങ്ങൾ എന്ത് ചെയ്യണം? ചേർക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഇന്ന ആളാരാണ്, മറ്റേ ആളാരാണ്, നമ്മുടെ കുടുംബം എങ്ങനെയാണ്, എവിടൊക്കെയാണ് എന്നുള്ളത് കുടുംബ ബന്ധങ്ങൾ, കുടുംബങ്ങളെ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒരുമിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള മഹത്തായ തൗഫീഖ് അവൻ്റെ ഫളൽ കൊണ്ട് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. الحمد لله حمدا كثيرا طيبا لله والصلاة والسلام على رسول الله وعلى آله وأصحابه وسلم كثيرا مزيدا إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തോടൊപ്പം, നമ്മുടെ മക്കളോടൊപ്പം, ഇണകളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള മാർഗം എന്താണ് എന്നാണ് ചുരുങ്ങിയ രൂപത്തിൽ നാം സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുകയാണ്. സമൂഹത്തിലെ അടിസ്ഥാന വർഗമായിട്ടുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനാണ് ലോകാടിസ്ഥാനത്തിൽ തൊഴിലാളി ദിനം ആചരിക്കപ്പെടുന്നത്. എന്നാൽ ആധുനിക ദേശരാഷ്ട്ര സങ്കല്പങ്ങളും മനുഷ്യാവകാശ മുദ്രാവാക്യങ്ങളുമൊക്കെ നിലവിൽ വരുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ മനോഹരമായ മാർഗരേഖ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അധ്വാനിക്കുന്നവൻ്റെ കൈ ചുംബിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊഴിലെടുത്ത് ജീവിക്കുന്നതിൻ്റെ മഹത്വമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ചത്. ഹലാലായ എല്ലാ തൊഴിലിനും മഹത്വമുണ്ട് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തൊഴിലാളിക്ക് അവൻ്റെ വിയർപ്പ് വറ്റും മുമ്പ് കൂലി നൽകണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആതുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അറഖഹു. തൊഴിലാളിക്ക് അവൻ്റെ വിയർപ്പ് വറ്റും മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അവർ എടുത്ത ജോലിക്കുള്ള പ്രതിഫലം നൽകണം, കൂലി നൽകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഠിനമായിട്ടുള്ള ജോലികളാണ് അവരെ ഏൽപ്പിക്കുന്നതെങ്കിൽ അവരെ സഹായിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് മുതലാളി ചെയ്യേണ്ടത്. അതേ സമയത്ത് തൊഴിലാളിക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്ന്, തൊഴിലാളി അതിന് ഖവിയായിരിക്കണം, അതിന് മതിയായ യോഗ്യതയുള്ള ആളായിരിക്കണം, അത് ചെയ്യാൻ സാധിക്കുന്ന ആളായിരിക്കണം. 2, അമീനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. മുതലാളിയുടെ മുതലിനോടും
സമയത്തോടും കാണിക്കേണ്ട ആത്മാർത്ഥതയും സത്യസന്ധതയും അത് അവനിൽ ഉണ്ടാകണം എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. കേവലമായ അവകാശ ബോധങ്ങൾക്കപ്പുറം അവനവൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, കടമയെക്കുറിച്ച് ബോധ്യമുണ്ടാകുമ്പോഴാണ്, മുതലാളിയും തൊഴിലാളിയും ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ പോകുമ്പോഴാണ് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. മുതലാളിയെ ചതിക്കാൻ പാടില്ല. മുതലാളി നമ്മെ ജോലി ഏൽപ്പിച്ചവൻ എപ്പോഴും നമ്മളെ നോക്കണമെന്നില്ല. അത് വിചാരിച്ച് അല്ലാഹു തആല നോക്കുന്നുണ്ട്, അല്ലാഹു തആല കാണുന്നുണ്ട് എന്ന ബോധം ഓരോ തൊഴിലാളിയുടെ മനസ്സിലുണ്ടാകണം. വഞ്ചിക്കാൻ പാടില്ല. മൻ ഗശ്ശ ഫലൈസ മിന്നാ, വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല രണ്ട് രൂപത്തിലുള്ള, രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവനവൻ്റെ ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്യാനും അവകാശങ്ങൾ നൽകേണ്ടത് നൽകാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم احفظ بلاد الخليج وسائر بلاد المسلمين من كل سوء وفتنة ما ظهر منها وما بطن يا رب العالمين. اللهم إنا نسألك الأمن والأمان والسلامة والسلام لأهل الخليج خاصة ولسائر المسلمين عامة. اللهم اجعل بلادهم آمنة مطمئنة سخاء رخاء وسائر بلاد المسلمين. اللهم اصرف عنهم الحروب والفتن وادفع عنهم الشر والبلاء واكفهم شر الأعداء والمعتدين. اللهم ألف بين قلوب المسلمين واجمع كلمتهم على الحق ووحد صفوفهم واجعلهم يدا واحدة على من عاداهم. اللهم انصر المستضعفين من المؤمنين في كل مكان وكن لهم ناصرا ومعينا. اللهم احفظ دماءهم وأموالهم وأعراضهم وارزقهم الطمأنينة والسكينة. اللهم اهد ولاة أمور المسلمين ووفقهم لما تحب وترضى واجعلهم سببا في حفظ الأمن والسلام. اللهم اجعلهم رحمة على رعاياهم واصرف عنهم الفتن والبلاء. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أغثنا. اللهم أغثنا. اللهم أغثنا. اللهم اسقنا. اللهم اسقنا. اللهم اسقنا. اللهم اسقنا غيثا مغيثا مريئا مريئا نافعا غير ضار عاجلا غير آجل. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.